നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായി. ഇതാ കുട്ടികളും എല്ലാം കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. സാത്തി ഒരു ഹായ് പറഞ്ഞു. സാത്തി രാവിലെ തന്നെ രണ്ടാളും കൂടെ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ്, ചേട്ടനും അനിയത്തിയും കൂടെ അല്ലേ. അത് രണ്ടും ഭയങ്കര കുരുത്തക്കേടാണ്. ഒരു 5 മിനിറ്റ്സ് നമ്മളൊന്ന് മാറി നിന്നാൽ മതി, അപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വലിയ ശബ്ദം കേട്ടിട്ടായിരിക്കും ഞാൻ ഓടി വരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ, അതാണ് രണ്ടാളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവരെ പതുക്കെ പ്ലേ ഏരിയയിലേക്ക്, അവർക്കൊരു പ്ലേ ഏരിയ ഉണ്ട്, അപ്പൊ ആ പ്ലേ ഏരിയയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് എനിക്ക് കുറച്ച് കിച്ചൺ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. പ്ലേ ഏരിയ കളിക്കാം കളിക്കാം എന്ന് പറയൂ. പോവാ കുത്തക്കേട് കാണിക്കോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ചിലപ്പോഴൊക്കെ ഉണ്ടാകും, ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ, ബ്രെഡ്, ബണ്ണ്, അതുപോലെ മ്യൂസ്ലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്ക് ഓഡിയൻസ് ഉണ്ട് എപ്പോഴും. ഇതാ ഇത് കണ്ടോ, റെഡി ആയി കഴിഞ്ഞു അല്ലേ. ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തു. സ്പിനാച്ച് ആൻഡ് പരിപ്പ് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ വൻപയർ, ചെറുപയർ ഇതെല്ലാം മുളപ്പിച്ചത് ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ, ഞാൻ മുളപ്പിച്ചതല്ല. അപ്പോൾ അതും സവാളയും കൂടെ ഇട്ടിട്ട് ഒരു തോരൻ. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. ഒരു റോ ടേസ്റ്റോടെ ഇത് കഴിക്കണം. സ്പിനാച്ച് ആൻഡ് പരിപ്പ് കറി പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ചെറിയുള്ളി, സ്പിനാച്ച്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ട് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം ഓൾറെഡി ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേങ്ങ ജീരകം അരപ്പ് അതും കൂടെ ചേർക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കടുക് താളിച്ചു കൊടുക്കുക. ഇത്രയുള്ള അതിന് പ്രിപ്പറേഷൻ. ഭയങ്കര ടേസ്റ്റിയാണ്. അധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് വയറിനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെയുള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അവസാനം ക്ലീനിങ്ങിലേക്ക് വരികയാണ്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. എനിക്ക് കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കണം, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എല്ലാം കഴുകി വെച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടേ പോവുള്ളൂ. മാത്രമല്ല ആ ടവലും ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കാനായിട്ടിടും. അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ എനിക്ക് എപ്പോഴും കിച്ചണിൽ കയറുന്ന ഇഷ്ടമല്ല, പിന്നെ ഞാൻ കയറില്ല. ഇത് തന്നെയായിരിക്കും ഞങ്ങളെ ഡിന്നറും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി. അതിനുശേഷം ഞാനും മോനും മോളും ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ ഒരു പ്ലേറ്റിലാണ് ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് ചുമ്മാ വീട്ടുവിശേഷം നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്.